മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിന്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എന്റെ പരാമർശങ്ങളിൽ വന്ന 1-2 കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അത് ഏത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിന്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലാർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിന്റെയും വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു.